നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് 2024 വിശേഷപ്പെട്ട ഒരു നക്ഷത്ര ഫലവുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത്. 2024 ആർക്കൊക്കെ വിദേശ യോഗമുണ്ട്, വിദേശ യോഗത്തിന് സാധ്യതയുള്ള രാശിക്കാരെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ബെൽ ബട്ടൺ ഒന്ന് നോട്ടിഫിക്കേഷൻ ഓൾ എന്ന് എനേബിൾ ചെയ്തു വെക്കുക. നമുക്ക് അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. 2024 വിദേശ യാത്രയ്ക്കും വിദേശത്ത് ജോലി നേടാനും ഒക്കെയുള്ള അവസരങ്ങൾ തേടി വരുന്ന നക്ഷത്രക്കാരെ പരിചയപ്പെടാം. ഓരോ വർഷവും പുലരുമ്പോൾ നാമൊക്കെ ആ വർഷത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും പുതുവർഷത്തെ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കുന്നത്. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിദേശത്ത് ജോലി നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഇന്ന് കേരളത്തിൽ നിരവധിയാണ്. നല്ല നല്ല മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ തേടി പലരും വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചിരിപ്പുണ്ട്. അങ്ങനെയുള്ളവർക്ക് പ്രചോദനമാകുന്നതാണ് ഇന്നത്തെ വീഡിയോ. ഇതിൽ പറയാത്ത രാശിക്കാർക്ക് വിദേശ യോഗം ഇല്ല എന്നല്ല, എന്നാൽ കൂടുതൽ സാധ്യതയുള്ളവരുടെ രാശിക്കാരുടെ പേരുകളാണ് പറയുന്നത്. അതിന്റെ കാര്യകാരണ സഹിതം നമുക്ക് ഒന്ന് വിശകലനം ചെയ്തു നോക്കാം. ആദ്യമായി നമുക്ക് പറയാനുള്ളത് മേടം രാശിക്കാരുടെ കാര്യമാണ്. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയിലുണ്ട്, ശനി 11-ലുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹസ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് വിദേശ യോഗമുണ്ട്. വിദ്യാർത്ഥികളാണെങ്കിൽ പഠന ആവശ്യങ്ങൾക്ക് വിദേശത്ത് പോകാനും തൊഴിൽ ആഗ്രഹിക്കുന്നവര് വിദേശത്ത് തൊഴിൽ നേടാനും ഒക്കെ മേടക്കൂറുകാരായിട്ടുള്ളവർക്ക് സാധ്യത കൂടുതലാണ്. അടുത്തത് നമുക്ക് കർക്കിടക്കൂറുകാരെയാണ് ചിന്തിക്കേണ്ടത്. കർക്കിടക്കൂറിൽ വരുന്നത് പുണർന്നത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് ശനി അഷ്ടമത്തിലാണ്. 7ഉം 8ഉം ഭാവാധിപനായിട്ടുള്ള ശനിയാണ് അഷ്ടമത്തിൽ നിൽക്കുന്നത്. സ്വക്ഷേത്ര ബലവാനാണ്. ഭാഗ്യാധിപനും 6ാം ഭാവാധിപനുമായിട്ടുള്ള വ്യാഴം 10ൽ നിൽക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു ഗ്രഹസ്ഥിതി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമശനിയുടെ അലച്ചിലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാമെങ്കിലും കർക്കിടക്കൂറുകാരെ സംബന്ധിച്ച് വിദേശ യോഗത്തിന് വളരെയേറെ സാധ്യതകളുണ്ട്. വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കർക്കിടക്കൂറുകാർക്ക് അവസരങ്ങളൊക്കെ നേടിയെടുത്തേക്കാം. അതേപോലെ തന്നെ തൊഴിൽ നേടാൻ ആഗ്രഹിക്കുന്ന കർക്കിടക്കൂറുകാർക്കും സാധ്യത ഏറെയാണ്. അടുത്തത് നമുക്ക് കന്നിക്കൂറുകാരുടെ കാര്യമാണ് ചിന്തിക്കേണ്ടത്. കന്നിക്കൂറിൽ വരുന്നത് ഉത്രത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ശനി 6ലും വ്യാഴം 8ലുമാണ്. ഏതാണ്ട് ഒരു വിപരീത രാജയോഗത്തിന് തുല്യമായിട്ടുള്ള ഫലമാണ് അത് ചെയ്യുക എന്ന് തന്നെ പറയണം. കഴിഞ്ഞ വർഷത്തെ തടസ്സങ്ങളൊക്കെ കന്നിക്കൂറുകാർക്ക് മാറ്റിയെടുത്ത് വിദേശത്ത് പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. പഠനാവശ്യങ്ങൾക്കും തൊഴിലിനുമൊക്കെ വിദേശ യോഗത്തിന് ശ്രമിക്കുന്ന കന്നിക്കൂറുകാർക്ക് അത് നേടിയെടുക്കാൻ സാഹചര്യം 2024 ഉണ്ടാകും. അടുത്തത് നമുക്ക് തുലാക്കൂറുകാരുടെ കാര്യമാണ് ചിന്തിക്കേണ്ടത്. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് ശനി 5ാം ഭാവത്തിലും വ്യാഴം 7ാം ഭാവത്തിലുമാണ്. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന തുലാക്കൂറുകാർക്കും നല്ല തൊഴിലുകളൊക്കെ നേടാൻ ആഗ്രഹിക്കുന്ന തുലാക്കൂറുകാർക്കും ഒക്കെ അതിന് വിദേശ യോഗം ഉണ്ടാകുന്നതാണ്. അടുത്തത് നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ കാര്യമാണ് ചിന്തിക്കേണ്ടത്. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 6ാം ഭാവത്തിലാണ്, ശനി 4ാം ഭാവത്തിലാണ്. 4ൽ നിൽക്കുന്ന ശനിയും വ്യാഴവും 10ാം ഭാവത്തിലേക്ക് ദൃഷ്ടി ചെയ്തുകൊണ്ട് ഗുരുമന്ദ യോഗം എന്ന യോഗത്തെ 10ാം ഭാവത്തിൽ വൃശ്ചികക്കൂറുകാർക്ക് കാഴ്ചവെക്കുന്നുണ്ട്. അത് വിദേശ യോഗത്തിന്റെ സാധ്യത തന്നെയായിട്ട് നമുക്ക് പറയാം. ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വൃശ്ചികക്കൂറുകാർക്കും ഉന്നതമായിട്ടുള്ള തൊഴിൽ മേഖലകൾ തേടി നടക്കുന്ന വൃശ്ചികക്കൂറുകാരായിട്ടുള്ള യുവാക്കൾക്കുമൊക്കെ ഈ 2024 അനുകൂലമാണ്. വിദേശ യാത്രയ്ക്ക് സാധ്യതയുണ്ട്. വിദേശ യോഗമുള്ള നക്ഷത്രക്കാരിൽ, രാശിക്കാരിൽ ഏറ്റവും അവസാനമായി നമുക്ക് പറയാനുള്ളത് മകരക്കൂറുകാരുടെ കാര്യമാണ്. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം, തിരുവോണം, ഔട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് രാശ്യാധിപനായിട്ടുള്ള ശനി 2ലാണ്. 12ഉം 3ഉം ഭാവാധിപനായിട്ടുള്ള വ്യാഴം 4ൽ നിന്നുകൊണ്ട് കർമ്മസ്ഥാനത്തേക്ക് നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന മകരക്കൂറുകാർക്ക് വിദ്യാഭ്യാസ കാര്യത്തിനായാലും തൊഴിൽ കാര്യത്തിനായാലും നല്ല നിരവധി അവസരങ്ങൾ വന്നു ചേരും. വിദേശ യോഗം മകരക്കൂറുകാർക്കും നല്ല രീതിയിൽ ഉണ്ട് എന്ന് തന്നെ പറയണം.
മേടം, കർക്കിടകം, കന്നി, തുലാം, വൃശ്ചികം, മകരം എന്നിങ്ങനെ 6 രാശിക്കാർക്കാണ് വിദേശ യോഗം കൂടുതലായിട്ട് പറയേണ്ടത്. മറ്റു രാശിക്കാർക്കും അവരവരുടെ ജാതകപ്രകാരം നല്ല സമയമാണ് എങ്കിൽ വിദേശ യോഗം ഉണ്ടായേക്കാം. എന്നിരുന്നാലും കൂടുതലായിട്ടുള്ള വിദേശ യോഗത്തിന് ഭാഗ്യമുള്ള രാശിക്കാരെയാണ് ഈ പറഞ്ഞത്. ഇതെല്ലാം അവരവരുടെ ജാതകത്തിന്റെ ഗ്രഹസ്ഥിതി കൂടി ചിന്തിച്ചു വേണം ആ ഫലങ്ങളൊക്കെ ലഭിക്കാൻ. ചാരവശാലുള്ള ഇപ്പോഴത്തെ സമയപ്രകാരമുള്ള ഫലം മാത്രമാണ് ഇവിടെ പറഞ്ഞത്. വിദേശത്ത് തൊഴിൽ, വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കാര്യങ്ങൾ പ്രയോജനപ്പെടുമെന്ന് കരുതിക്കൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളും വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.